ഹായ് ഓൾ, വെൽക്കം ടു ജയലൻ. അപ്പോൾ ജയലൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഏകദേശം ഒരു 1.5 മാസം അല്ലേ ആയിട്ടുണ്ട്, അധ്യാപക വിദ്യാർത്ഥികളാകാൻ കാത്തിരിക്കുക, അല്ലെങ്കിൽ അധ്യാപകരാകാൻ കാത്തിരിക്കുന്ന, അധ്യാപക വിദ്യാർത്ഥികളല്ല അധ്യാപകരാകാൻ കാത്തിരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികൾക്കിടയിൽ, ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചെറിയ സംശയം. നമുക്കറിയാം, ഖാദർ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, പല ഭാഗത്തു നിന്നും പല സംശയങ്ങൾ വരാറുണ്ട്. എനിക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ടീച്ചിങ് ഫീൽഡിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുമല്ലോ. ഈ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതൊരു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഈ പറയുന്ന അധ്യാപകരാവാൻ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേട്ടറ്റൊക്കെ ക്ലിയർ ചെയ്യാത്തവർ അല്ലെങ്കിൽ സെറ്റ് നേടാത്തവരൊക്കെ, അവർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഖാദർ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, നമുക്കറിയാം 2017 ഈ പറയുന്ന ഖാദർ കമ്മിറ്റി രൂപവൽക്കരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് സർക്കാർ ഇറക്കുന്നത്. 2018 ഈ കമ്മിറ്റി രൂപീകരിച്ച് ഡോക്ടർ എം എ ഖാദറിനെ അതിൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചു. 2018 ആ വിദഗ്ധ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ പഠിച്ചു. 2019 ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ 1ാം ഭാഗം സർക്കാരിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 1 വർഷം എടുക്കുന്നതിന് മുമ്പ് തന്നെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇതിൻ്റെ 2ാം റിപ്പോർട്ട് വന്നത്, റിപ്പോർട്ടിൻ്റെ 2ാം ഭാഗം സബ്മിറ്റ് ചെയ്തത് 2022 അപ്പോൾ 1ാം ഭാഗം സർക്കാരിന് സമർപ്പിച്ച സമയത്തിന് സർക്കാർ ഇത് അംഗീകരിച്ചിരുന്നു. പക്ഷെ ഇതിൻ്റെ മറ്റു പല കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ നമുക്ക് അധ്യാപകരാവാൻ പോകുന്നവർക്ക് ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ഉള്ളതാണ് പ്രധാന സംശയം. അതിലേക്ക് ഞാൻ വരാം. അതായത് ഇതിൽ പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ സംശയങ്ങൾ ഇതാണ്. അതായത് ഒന്ന്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം എന്ന് പറയും. നമുക്കറിയാം, ഇപ്പോൾ സ്കൂൾ ഫൈനൽ SSLC ആണ്, +2 എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് സ്കൂളുകളിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഉത്തരവ് വന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇപ്പോൾ അത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഒറ്റ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സർക്കാർ ഏകീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹൈസ്കൂൾ +2 ലയനം വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത്, ഹൈസ്കൂൾ ടീച്ചേഴ്സ്, അതായത് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഹൈസ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കണമെങ്കിൽ PG, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ PG, B.Ed വിത്ത് സെറ്റ്, ഈ യോഗ്യതയുള്ള അധ്യാപകരാണ് ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നത്. അവരെവിടെയും പഠിപ്പിക്കണം, ഹൈസ്കൂൾ, അതായത് 9, 10 ക്ലാസ്സുകളിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഘടകം. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്, HSA റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്, കുറച്ചൊക്കെ മലയാളം അടക്കമുള്ള സബ്ജക്റ്റ് നിലവിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിയമനം നടക്കുമോ? ഇനി 2026 ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ എക്സാം 2026 നടക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ HSA ഈ 2025 2024 അവസാന ഘട്ടത്തിൽ ഉണ്ടാവണം വിജ്ഞാപനം. അത് ഉണ്ടാകുമോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു സംശയം. ഇനി അഥവാ മറ്റൊരു സംശയം എന്താ, ഈ വരുന്ന HSA ഉണ്ടെങ്കിൽ തന്നെ ഈ കേട്ടറ്റ് നമ്മൾ എഴുതിയെടുക്കണോ? അതായത് ഡിഗ്രി വിത്ത് B.Ed ഉള്ള അധ്യാപക ഉദ്യോഗാർത്ഥികൾക്ക് ഈ കേട്ടറ്റ് കൊണ്ട് ഈ HSA നേടിക്കഴിഞ്ഞാൽ നിയമനം കിട്ടുമോ? ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള സംശയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഖാദർ കമ്മിറ്റി പറയുന്ന 1ാമത്തെ കാര്യം ഇതാണ്, ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലയനം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം പറയുന്നത്, അപ്പോൾ അവിടെ ക്വാളിഫിക്കേഷൻ എന്താവും? ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന അതേ ക്വാളിഫിക്കേഷൻ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷനും B.Edഉം വേണം എന്നുള്ളതോടെ പറയുന്നുണ്ട്, ആ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, UP സ്കൂളിൽ, അതായത് നമുക്കറിയാം 1 തുടങ്ങി 4 വരെ എടുക്കേണ്ടത് DLED, 1 തുടങ്ങി 7 വരെ DLEDഉം അതുപോലെ തന്നെ കേട്ടറ്റ് 1ഉം 2ഉം നേടാം. അതുപോലെ കേട്ടറ്റ് 2 നേടിയവർക്ക് 5 തുടങ്ങി 7 വരെ പഠിപ്പിക്കാം. അത് ഡിഗ്രി ഉള്ളവർ, B.Ed ഉള്ളവർക്കും പഠിപ്പിക്കാം, DLED ഉള്ളവർക്കും പഠിപ്പിക്കാം. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു നിർദ്ദേശം, അതായത് ഖാദർ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇതാണ്, പ്രൈമറി ക്ലാസ്സുകളിലും എന്ത് വേണം? ബിരുദം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടി DLED ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, DLED കഴിയാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സംശയം വരും, എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടുമോ? അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ പല ഭാഗത്തു നിന്ന് വരാറുണ്ട്.
അപ്പോൾ ആ സംശയങ്ങൾക്ക് ഒരു പ്രധാന ഒരു മറുപടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഒന്നാമത്തെ ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് അധ്യാപക നിയമനം എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പറഞ്ഞുതരാം. അധ്യാപക നിയമനത്തിന്റെ അധ്യാപക യോഗ്യതയുടെ 107-ാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭാഗം 1 എന്താണ്, NCTE നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി പറയുന്ന ആ ഒരു നിയമന സാധ്യത എന്ന് പറയുന്നത്, അധ്യാപക യോഗ്യത എന്ന് പറയുന്നത് 1 തുടങ്ങി 7 വരെ ക്ലാസ്സുകളിൽ DLED-ഉം അതുപോലെ എന്താണ് +2 ഹയർ സെക്കൻഡറി പ്ലസ് DLED, അതുപോലെ തന്നെ KTET 1 or 2 ഇതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡിഗ്രി വിത്ത് BEd KTET 1 or 2 എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന നാഷണൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന നിയമമാണ്. അത് ഉടനെ മാറാൻ സാധ്യതയില്ല. കാരണം ഖാദർ കമ്മിറ്റി പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭാവി തുലയ്ക്കാൻ അല്ലെങ്കിൽ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടി എടുക്കാൻ പാടില്ല. എന്നാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ എന്ന് പ്രത്യേകിച്ച് പറയുന്നത്, അടുത്ത 10 വർഷത്തിനുള്ളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി DLED കഴിഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യണം, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഡിഗ്രി നേടിയിരിക്കണം സർവീസിൽ കയറണമെങ്കിൽ. ഓക്കെ, എന്നുള്ളൊരു മാറ്റം കൊണ്ടുവരണമെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ KTET 3 എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഹയർ സെക്കൻഡറിയിൽ അധ്യാപകർ തന്നെ ഹൈസ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് പറയണം, ഈ പറയുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇനിയും സമയമെടുക്കും എന്നാണ് പറയുന്നത്. അതായത് ഒറ്റയടിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ, കാരണം എന്ത് ചെയ്യും, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലാവും അല്ലെ, അധ്യാപക ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പെരുവഴിയിലാവും. അപ്പൊ അവരെ എല്ലാം അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, അവരുടെ സ്വപ്നമൊക്കെ തച്ചുടച്ചുകൊണ്ട് ഒരു മാറ്റത്തിലേക്ക് പോകരുതെന്നുള്ള ഒരു ആഗ്രഹവും ലക്ഷ്യബോധവും ആർക്കുണ്ട്, ഈ കമ്മിറ്റിക്ക് ഉണ്ട്. പിന്നെ വന്നിരിക്കുന്ന മറ്റു പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ 10 വർഷത്തിനുള്ളിൽ തന്നെ ഡിഗ്രി വരാം. ഇനി 2028 കൂടി ഈ പറയുന്ന DLED ഒക്കെ മാറി പുതിയ കോഴ്സായിട്ട് മാറാം എന്ന് പറയുന്നു. അതിന് പ്രധാന കാരണം നമുക്കറിയാം, ഇപ്പൊ ഈ വർഷം തുടങ്ങി 4 വർഷ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ 4 വർഷ ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണൽ യോഗ്യത നേടുന്ന ഒരു കുട്ടിക്ക് DLED-ഓ BEd-ഓ നേടിയിട്ട് ടീച്ചറായി ജോലി ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒരു പുതിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വരുമ്പോൾ 2028 ആ 30 കാലഘട്ടങ്ങളോട് കൂടിയിട്ട് ഈ ഒരു മാറ്റം വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഇത് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ്, കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനോട് ഈ ഒരു നിർദ്ദേശങ്ങൾ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സിസ്റ്റമാണ്. നമ്മുടെ വിദ്യാഭ്യാസം ഓരോ സംസ്ഥാനങ്ങളുടെയും ഓരോ ഒരു രീതി അനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരള വിദ്യാഭ്യാസ രംഗം മാറ്റങ്ങളുടെ ഒരു വക്കിലാണ് നിൽക്കുന്നത്. ഇതിപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതിന്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങളും അതോടൊപ്പം തന്നെ 2009 വിദ്യാഭ്യാസ നിയമം അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ ഗുണമേന്മയുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരിക എന്നതിനപ്പുറം തന്നെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരുടെ യോഗ്യതകൾ കൂടി നല്ലതായിരിക്കണം എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് ഈ ഒരു ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളത്. അപ്പൊ അത് ഉദ്യോഗാർത്ഥികളുടെ വയറ്റത്തടിച്ചുകൊണ്ടാവില്ല എന്നുള്ള ഒരു വിദ്യാർത്ഥി വയറ്റ് തടിച്ചുകൊണ്ടാവരുത് എന്നുള്ളൊരു സജഷൻ കൂടി അവിടെ റിപ്പോർട്ടിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധാരാളമായി പരിശോധിക്കാവുന്നതാണ്. നമുക്ക് സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഈ പറയുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പാർട്ട് 1 എന്ന് പറയുന്നത് 2019 സബ്മിറ്റ് ചെയ്തതാണ്. അതിൽ നമുക്ക് ഒരുപാട് പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും കേരള വിദ്യാഭ്യാസത്തിന്റെ ഇന്നലകളെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടങ്ങളെക്കുറിച്ചും ഒക്കെ അധ്യാപക പരിശീലനം എങ്ങനെയായിരിക്കണം, അധ്യാപക യോഗ്യത എങ്ങനെയായിരിക്കണം, അതൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഡിഗ്രി വിത്ത് BEd മാറി, അതായത് ഡിഗ്രി വിത്ത് BEd UP സെക്ഷനിലും അതുപോലെ തന്നെ PG വിത്ത് BEd എന്ന് പറയുന്നത് ഹൈസ്കൂൾ സെക്ഷൻ ഹയർ സെക്കൻഡറി സെക്ഷനിൽ വരുമ്പോൾ ഈ ടീച്ചിങ് കോഴ്സ് എന്ന് പറയുന്നത്, അതായത് BEd-ഉം DLED-ന്റെ ഒക്കെ ഘടനയൊക്കെ മാറണം അല്ലെ. അത് പെട്ടെന്ന് തന്നെ ഈ അടുത്ത അക്കാഡമിക് ഇയർ നടത്താൻ പറ്റുമോ? പറ്റില്ല. അതെല്ലാം അപ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നടത്തുന്നത്, അതിന് ഇനിയും സമയമെടുക്കും. ഒരു 2028-ഓ 30-ഓ ആ ഒരു ടൈം എടുക്കുമ്പോഴായിരിക്കും ഇതൊരു പൂർണ്ണമായ രീതിയിലേക്ക് എത്തുള്ളൂ.
അപ്പോൾ നിലവിൽ B.Ed ചെയ്യുന്ന കുട്ടികൾക്കും ഇനി കേട്ടറ്റ് എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികൾക്കും അഥവാ DLED ചെയ്യുന്ന കുട്ടികൾക്കും ഇനി കേട്ടറ്റ് 1 ഉം 2 എഴുതാൻ കാത്തിരിക്കുന്ന കുട്ടികളും എന്ത് ചെയ്യുക? പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. പിന്നെ വരാൻ പോകുന്ന HSA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം വരുന്ന HSA പോസ്റ്റ് ഉണ്ടാവില്ല. അതായത് HST എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ല, HSST എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടാവില്ല. പകരം SST എന്ന് പറയുന്ന പോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അവിടെ SST എന്ന പോസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു ഹയർ സെക്കൻഡറി ജൂനിയർ പോസ്റ്റിൽ നിയമിതനാകുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് കൊടുക്കുന്ന അതേ സ്കെയിലായിരിക്കും ഇവിടെ SST പോസ്റ്റിനും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിലവിൽ ഡിഗ്രിയും B.Edഉം ഉള്ള അധ്യാപകർ, സർവീസിലിരിക്കുന്ന അധ്യാപകർ പുറത്തു പോകേണ്ടി വരുമെന്ന് ചോദിച്ചാൽ പുറത്തു പോകേണ്ടി വരില്ല. കാരണം എന്താ? അവരവരുടെ ജോലി തന്നെ ഹൈസ്കൂളിൽ പഠിപ്പിക്കണം. പുതിയ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ഏത് ഹയർ സെക്കൻഡറി, അതിൽ PG വിത്ത് B.Ed സെറ്റുള്ള ഹയർ സെക്കൻഡറി നിയമനം കിട്ടുന്ന അധ്യാപകർക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ നിലവിൽ സർവീസിലിരിക്കുന്നവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിലവിൽ ലിസ്റ്റിലുള്ളവർക്കും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണ് വേക്കൻസി അനുസരിച്ച് നിയമനം ലഭിക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതെല്ലാമാണ് ഈ ഖാദർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ആശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഖാദർ കമ്മിറ്റിയിലെ അധ്യാപക നിയമനം എന്ന് പറഞ്ഞ അധ്യാപക യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ള ആ പേജിൽ 107 പേജ് നമ്പർ 107 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അത് സജഷൻസ് ആണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ KER പൊളിച്ചെഴുതണം. കേരള എഡ്യൂക്കേഷൻ റൂൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് ആകെ ഒന്ന് മാറ്റം വരുത്തണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആ മാറ്റം വരുത്തിയാലേ ഈ പറയുന്ന നിയമനത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ കഴിയുള്ളൂ. അപ്പൊ ഇപ്പോൾ എന്താണ്, നമുക്കറിയാലോ ഓൾ പാസ് എന്ന് പറയുന്ന കുട്ടികളുടെ ആ ഒരു രീതി മാറ്റാൻ പോകുന്ന രീതിയിലൊക്കെ പലരും പല അഭിപ്രായങ്ങളും അതുപോലെ അധ്യാപക സംഘടനകളൊക്കെ അതിനൊക്കെയുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്ക് അധ്യാപക നിയമനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ള വേവലാതികൾ മാറ്റണം. നിങ്ങൾ ആരും ആശങ്കപ്പെടരുത്. ഇതില് വരാൻ ഇനിയും സമയമെടുക്കും. അപ്പൊ ഇപ്പോൾ K3 കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്ന കുട്ടികൾ, കാറ്റഗറി 1, 2 എഴുതാൻ തയ്യാറാക്കുന്ന കുട്ടികളൊക്കെ പേടിക്കാതിരിക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ വരുന്ന HSA എന്ന് പറയുന്ന പോസ്റ്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് പഠിക്കുന്നവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആശങ്കകളൊക്കെ അകറ്റുക. ധൈര്യമായിട്ടിരിക്കുക എല്ലാവരും. ഓക്കെ, കോഴ്സ് ചെയ്യുന്നവരൊക്കെ ധൈര്യമായിട്ടിരിക്കുക. കാരണം പല ഭാഗത്തു നിന്ന് കുട്ടികൾ പറയാൻ ഞങ്ങൾ B.Ed ചെയ്ത് വെറുതെ ആയോ, അല്ലെങ്കിൽ DLED ചെയ്യുന്നത് വെറുതെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും പേടിക്കേണ്ട. ഇപ്പൊ ചെയ്യുന്നവർ ധൈര്യമായിട്ട് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഒപ്പം എന്ത് ചെയ്യുക? കേട്ടിട്ട് നേടുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടും. അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ കേട്ടറ്റ് 3, കേട്ടറ്റ് 1, 2 തുടങ്ങിയിട്ടുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ജെയിലൻ ഒരുക്കുന്ന കോഴ്സുകൾ, അതിൻ്റെ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ്, അറബിക്, കേട്ടറ്റ് 3 ആയിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ കേട്ടറ്റ് 1 ഉം 2 ഉം നമ്മൾ കൊടുക്കുന്ന എക്സാം കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ആധികാരികമായിട്ട് കാര്യം തന്നെയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ജെയിലനിലേക്ക് ജോയിൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞൊരു ഫീലാണ് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നത്. വളരെ മികച്ച അധ്യാപകർ തന്നെയാണ് ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും മികച്ച ഒരു ഫെസിലിറ്റീസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. കോൺടാക്ട് നമ്പർ 7356624751 ഓർ 9778285055 എന്നീ 2 നമ്പറിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താം. ധൈര്യമായിട്ട് പോകാം. നമുക്ക് ഒരുമിച്ച് പോകാം, മുന്നോട്ട് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന അധ്യാപക ജോലിയിലേക്ക് തീർച്ചയായിട്ടും ജയിലിൽ നിങ്ങൾ എത്തിക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഖാദർ കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ പതുക്കെ വന്നോട്ടെ. ഉത്തരവുകളൊക്കെ പതുക്കെ വരുന്നേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തും. അതിന് നിങ്ങൾ നിരാശരാക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. വരുന്ന മാറ്റങ്ങൾ വരാം, അതിന് കാലങ്ങളെടുക്കും. ഇപ്പോൾ B.Ed ചെയ്തിരിക്കുന്ന കുട്ടികളൊക്കെ ധൈര്യമായിട്ട് പഠിക്കുക. ജയിലിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനെല്ലാം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറി നിങ്ങൾ ആഗ്രഹിക്കുന്ന അധ്യാപക ജോലിയിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള വീഡിയോയിൽ പറയാം. നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.